സാറേ, അച്ഛൻ സാറ് കുറേ വീഡിയോ എല്ലാം കാണുന്നതാണ്. അപ്പോൾ സാറെ വീഡിയോ കുറച്ചെല്ലാം ഞാനും കണ്ടിട്ടുണ്ട്. അതിലെല്ലാം പറയുന്നത് ജാതിയും മതമൊന്നും വേണ്ട അങ്ങനെയുള്ള രീതിയിലാണ്. അപ്പോൾ എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും എൻ്റെ ഏച്ചീൻ്റെയിലെല്ലാം ഉള്ളത് ഹിന്ദു തീയാന്ന് തന്നെയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചു, SLC കഴിഞ്ഞാലും ചോദിച്ചു +2 അങ്ങനെ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, ഇത്രയും കാലം സ്കോളർഷിപ്പ് എല്ലാം കിട്ടിയതല്ലേ, അതുകൊണ്ട് മാറ്റണ്ട, അതങ്ങനെ നിന്നോട്ടെ. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഡൽഹിയിൽ SRCC എന്ന് പറയുന്ന കോളേജിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അന്നേരം ഫുൾ മാർക്കുണ്ട്. പക്ഷേ ബയോളജിയിൽ നിന്ന് വേറെ വിഷയത്തിലേക്ക് മാറുന്നതുകൊണ്ട് 2% കുറക്കുന്നതുകൊണ്ട് കിട്ടൂല. അപ്പോൾ ഹിന്ദു തീയാന്നുള്ളതുകൊണ്ടാണ് അവിടെ സീറ്റ് കിട്ടിയത്. അപ്പോൾ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അന്ന് ഞാൻ മാറ്റിയിട്ടില്ലേ ഇന്ന് ഞാൻ ആ കോളേജിൽ പഠിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റം ഉള്ളിടത്തോളം കാലം നമ്മളെല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നില്ലേ നല്ല. സാറിൻ്റെ അഭിപ്രായം? എൻ്റെ പേര് സൂര്യദേവ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു അനാളജി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളുടെ പുറകെ ഒരു പൂച്ച ഓടി വരികയാണെങ്കിൽ ആ പൂച്ച നമ്മളെ കടിക്കാൻ വരുന്നു എന്നുള്ള സ്പീഡിൽ നമ്മൾ ഓടും. അപ്പോൾ നമുക്കൊരു വേഗത ഉണ്ടാവും അല്ലേ, അറ്റ് സ്പീഡ് നമ്മൾ ഓടിപ്പോകും. പക്ഷെ അതൊരു വേട്ടപ്പട്ടിയാണെന്നിരിക്കട്ടെ, ഒരു വേട്ടപ്പട്ടി, നമ്മളുടെ സ്പീഡ് കൂടില്ലേ? ആ സ്പീഡ് എവിടെ നിന്നാണ് വരുന്നത്? ആ സ്പീഡ് ഈ പൂച്ച മാറി പട്ടിയാവുമ്പോൾ നിങ്ങളുടെ സ്പീഡ് കൂടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ സ്പീഡ് എങ്ങൊന്നും വരുന്നതല്ല, നിങ്ങൾ ഉണ്ടായിരുന്ന സ്പീഡ് നിങ്ങൾ കണ്ടെത്തുകയാണ്. യു ആർ ഇലാസ്റ്റിസൈസിങ് യുവർ സെൽഫ് അല്ലേ, നിങ്ങളുടെ ആ കഴിവ് വലിച്ചു നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ ഇൻഹറൻ്റ് ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടാകുന്നത് അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. നമ്മളിൽ ഈ കഴിവുകളെല്ലാം ഉണ്ട്. ഈ മത്സരം എന്ന് പറയുന്ന സംഗതിയെ ഒരിക്കലും ഭയക്കാതിരിക്കുക. ഈ മത്സരം കൂടുതൽ തീവ്രമാകുമ്പോഴാണ് നമ്മളുടെ ബെസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത്. മത്സരമാണ് ഈ ലോകത്ത് നീ കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് മത്സരമാണ്, ഫെയർ ആയിട്ടുള്ള മത്സരമാണ്. മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും യുദ്ധമല്ല, അത് പോരാട്ടമല്ല, അത് നശീകരണമല്ല. മത്സരം എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് മത്സരത്തിൽ ശത്രുക്കളില്ല, നമുക്കുള്ളത് ആരാണ്? എതിരാളികളാണ്, ഒപ്പോണൻസ് ആണ്. ഒപ്പോണൻസ് അല്ലേ, നമ്മൾ 12 റൗണ്ട് പരസ്പരം ഇടിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ വീണ് വേറൊരാൾ ജയിച്ചു കഴിഞ്ഞാൽ അവസാനം കെട്ടിപ്പിടിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ് പോവാണ്. വേണം ഒരുമിച്ച് പോയിരുന്ന് കാപ്പി കുടിക്കും. കാരണം നമ്മൾ തമ്മിൽ ശത്രുതയില്ല. ശത്രുത എന്ന് പറഞ്ഞാൽ വളരെ മോശം കാര്യമാണ്, വളരെ മോശം കാര്യമാണ്. ഒരു ശത്രുവിനെ നിങ്ങൾക്ക് ശത്രു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ജീവിതത്തിൽ, ഉറക്കം നഷ്ടപ്പെടും. പക്ഷെ എതിരാളികൾ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. നല്ല എതിരാളികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മെച്ചപ്പെടും. ഇവിടെ ചേച്ചിയുടെ കാര്യം പറഞ്ഞു. ചേച്ചിക്ക് ആ 2 മാർക്ക് ഇല്ല എന്ന് പറഞ്ഞ് ചേച്ചി പഠിച്ചു പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടൂ എന്നുള്ള രീതിയിൽ പഠിച്ചു പോയിരുന്നെങ്കിൽ ആ 2 മാർക്ക് ചേച്ചിക്ക് ഒരു പ്രശ്നമാകാനേ സാധ്യത ഉണ്ടായിരുന്നില്ല. അതെ, ഞാൻ പറഞ്ഞത് നമ്മൾക്കാരും ഈ പറഞ്ഞോണം ആരും നമ്മളെ സഹായിക്കാനില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ബെസ്റ്റ് കണ്ടെത്തും. ഇവിടെ ഈ 2 മാർക്കിന്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിഷയം മാറിയപ്പോൾ വന്ന ഒരു കേസല്ലേ പറഞ്ഞത്. ഏത് വിഷയം മാറിയാലും ഇല്ലെങ്കിലും എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിട്ടാവുന്ന മാർക്ക് ആർജിക്കാനായിട്ടുള്ള സംഗതി നിങ്ങളിലുണ്ട്. പലപ്പോഴും എക്സ്ക്യൂസുകളും എന്താ പറയുക റിലീഫുകളും റിബേറ്റുകളും ഒക്കെ വരുമ്പോൾ നമ്മളൊന്ന് സ്ലഗിഷ് ആവും, നമ്മളൊന്ന് ചവിട്ടും. മനസ്സിലായല്ലേ? അതിന് വെച്ചാൽ അത് കുഴപ്പമില്ല, അത് ഇച്ചിരി മോഡറേഷൻ. ഇപ്പോൾ പണ്ട് ഞാൻ പറഞ്ഞില്ല, ഒരു ഉദാഹരണം പറഞ്ഞു. ഈ പണ്ട് മോഡറേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു SSLCക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോഡറേഷൻ ഭയങ്കര രസമാണ്. ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും മോഡറേഷൻ ഉണ്ട്. 210 മാർക്കാണ് ജയിക്കാൻ വേണ്ട 600-ൽ. ഞാൻ പഠിച്ച സമയത്ത് SLCയുടെ സ്റ്റേറ്റ് പാസ് എന്ന് പറയുന്നത് 40% താഴെയാണ്, 38%. 38% ആളുകൾ 10ാം ക്ലാസ് ജയിച്ചു, ബാക്കി 62% ആളുകൾ പൊട്ടി. ക്യാൻ യു ഇമാജിൻ? ഇന്ന് SSLCക്ക് തോറ്റ ആരെങ്കിലും നിങ്ങൾ ജീവനോടെ കണ്ടിട്ടുണ്ടോ? SLC പരീക്ഷ കഴിഞ്ഞ് തോറ്റു എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ ജീവനോടെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരാളില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പകുതി പേപ്പർ എഴുതിയവരോ അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ ബോക്സ് പിടിച്ച് കിടന്നവരോ അവരെ തന്നെ ഉടനെ അടുത്ത സെപ്റ്റംബർ ജയിപ്പിക്കുകയാണ്. ഇപ്പം ആരും തോക്കുന്നില്ല, മനസ്സിലായില്ലേ? ആരും തോൽവി ആർക്കും ഇഷ്ടമല്ല. തോൽവി ഇഷ്ടമല്ലാത്തൊരു സമൂഹമാണ് നമ്മൾ, സമ്മർദ്ദം ഇഷ്ടമല്ലാത്ത സമൂഹമാണ്, മത്സരം ഇഷ്ടമല്ലാത്തൊരു സമൂഹമാണ്. ഞാൻ പറഞ്ഞ നേരെ തിരിച്ചു വരാനാണ്. തോൽവി ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ തോൽവി ടേക്ക് ഇൻ യുവർ സ്ട്രൈഡ്. അന്ന് 210 കിട്ടാത്തതുകൊണ്ട് ആളുകൾ എന്ത് അറിയോ, അന്ന് ഇതേ കണക്ക് മാർക്ക് വാരിയിട്ട് കൊടുക്കുകയൊന്നുമില്ല, അവർ വീണ്ടും റീഅപ്പിയർ ചെയ്യും. എന്നാലും അവർക്ക് ഏതാണ്ട് അതേ മാർക്കൊക്കെ ആയിരിക്കും. അവരിങ്ങനെ 5-6 തവണയൊക്കെ. എൻ്റെ വീടിന് മുകളിലുള്ള
അല്ല എൻ്റെ അയൽപക്കത്തുള്ള 2-3 ആളുകളെ എനിക്കിപ്പോഴും അറിയാം. അവർ 5-6 തവണയൊക്കെയാണ് ഈ ട്യൂട്ടോറിയൽ കോളേജിൽ പോയിട്ട് SSLCക്ക് പഠിക്കുന്നത്. 6 തവണ. 6ാമത്തെ തവണയൊക്കെ ജയിച്ചു കഴിഞ്ഞിട്ട് അവർ പുസ്തകമെല്ലാം മാറി ഒരു എറിയുണ്ട്. കാര്യം ഇതേ പുസ്തകം തന്നെ അല്ലേ ഇരുന്ന് അതിന് മേളിൽ ഇരുന്നങ്ങ് നിരങ്ങല്ലേ. 6 തവണ അല്ല 7 തവണ. അപ്പൊ നോക്ക്, ഓരോ ദിവസം ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന എന്താണ്? തോറ്റവൾ അല്ലെങ്കിൽ തോറ്റവൻ. കല്യാണം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, വീട്ടുകാരെ ബുദ്ധിമുട്ടിയാണ് വീണ്ടും വീണ്ടും പഠിക്കുന്നത്. ആളുകൾ നോക്കി കളിയാക്കും, ചിരിക്കും. പക്ഷെ 6 വർഷം ആ യാതനകളിലൂടെ അവിടെ കടന്നു പോയപ്പോഴും അവർക്ക് കിട്ടിയത് SSLC സർട്ടിഫിക്കറ്റ് ആണ്. ഇന്ന് ഒരു യാതനയും ഇല്ലാതെ തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് SSLC സർട്ടിഫിക്കറ്റ് കിട്ടും. ആരും തോക്കുന്നില്ലല്ലോ. മനസ്സിലായ? അപ്പൊ ഈ മത്സരം എന്ന് പറയുന്ന സംഗതി ഉള്ളപ്പോൾ അതിന്റെ ഫലത്തിനും അതിന് കിട്ടുന്ന റിസൾട്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു മധുരം ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ ചില കളികളിലൊക്കെ പോയി കളിച്ച് നിങ്ങളുടെ എതിരാളികൾ വളരെ മോശമാണെങ്കിൽ ഇപ്പോൾ സാർക്ക് ഗെയിംസിൽ നിങ്ങൾക്കൊരു ഗോൾഡ് മെഡൽ കിട്ടും. സാർക്ക് ഗെയിംസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. സാർക്ക് ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഇന്ത്യ, പാകിസ്ഥാൻ, മാലിദ്വീപ്സ്, ഇത്രയും രാജ്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. സാർക്ക് കൺട്രീസ്. എന്തില്ല, ഞാൻ ഒരെണ്ണം വിട്ടുപോയെന്നറിയില്ല. ഈ കൺട്രീസിനിടയിൽ പോയി സ്വർണം നേടിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ ഒളിമ്പിക്സിൽ ഒരു സ്വർണം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇതുണ്ട്, നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളവർക്കുണ്ട്, അതൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ മെച്ചപ്പെട്ട മത്സരങ്ങൾ, കൂടുതൽ തീവ്രമായ മത്സരങ്ങൾ, അതിനെ ഇഷ്ടപ്പെടും. ബി എ ഫൈറ്റർ ഇൻസൈഡ്. ഉള്ളിലൊരു പോരാളി ആയിരിക്കുക, പുറത്ത് വളരെ സൗമ്യനും വളരെ മര്യാദക്കാരനും സ്നേഹസമ്പന്നനും. പക്ഷെ ഉള്ളിൽ ടഫ് ആവുക. ടഫ് വിതിൻ, നോട്ട് വിതൗട്ട്. മറ്റുള്ളവരോട് ഒരിക്കലും ടഫ് ആവരുത്. പക്ഷെ നമ്മളോട് തന്നെ റെജിമെന്റഡ് ചെയ്യണം. ഐ ഹാവ് ടു ഡു ദാറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. ആ കിളിയാവുക. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഓക്കെ, റൈറ്റ്. 2 മാർക്ക് നിങ്ങൾ കരുതുന്ന ആ 2 മാർക്ക് ഞാൻ ആ ഒരു റിസർവേഷൻ പറഞ്ഞുകൊണ്ടാണ് കിട്ടിയത്, അങ്ങനെയൊന്നുമില്ല. യു ഹാവ് ഇമ്മൻസ് ആൻഡ് മോർ ദാൻ ഇനഫ് പൊട്ടൻഷ്യൽ. ഈ ഒരു സഹായവും ഇല്ലാതെ, ഒരു ഇതും ഇല്ലാതെ അപ്പുറം വീഴാനുള്ള സംഗതികളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് ഒന്ന് നോക്കും. അത് എത്ര എടുത്താൽ മതി, 210 നേടിയാൽ മതി, അല്ലെ എനിക്ക് മോഡറേഷൻ കിട്ടും. ഒന്നും ഇല്ലാതെ തന്നെ ഫുൾ മാർക്കിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക. പിന്നെ വേറെ നോക്കണ്ട, ഇതൊന്നും നോക്കണ്ട. ആ കോമ്പറ്റീഷൻ എൻജോയ് ചെയ്യുക. പിന്നെ ജാതി മതവും ഇല്ലാത്ത ആളുകൾ, ഇല്ല എന്ന് വേണ്ട എന്ന് കരുതുന്ന ആളുകൾ, അതിൻ്റെ പുറത്തു വന്ന ആളുകൾ വീണ്ടും അതിൻ്റെ ആനുകൂല്യങ്ങൾ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അത് ബാക്കിയൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു കാര്യം ഇപ്പോൾ ജാതിയും മതവും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ആ വീട് വിട്ടിറങ്ങുകയാണ്. ജാതി, മതം, മറ്റു പരിഗണനകൾ, നമ്മളെല്ലാം ആഫ്രിക്കക്കാരാണ്, ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണ് എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം വിട്ടിറങ്ങുന്ന വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റെഫ്രിജറേറ്റർ കൊണ്ട്, അത് എൻ്റെ അപ്പൂപ്പൻ തന്നതാണ്, അതുകൊണ്ട് അത് ഞാൻ എടുത്തേക്കാന്ന് പറഞ്ഞ് തിരിച്ചു പോയി അതെടുത്തുകൊണ്ട് വരുന്നൊരു രീതി ശരിയാണോ? കളഞ്ഞിട്ട് പോവുക. ഈ പ്രധാനമായിട്ട് നിങ്ങൾ ആലോചിക്കണം, ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, നിങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, അവിടെയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലേ, വീട്ടുകാരനൊന്നും വാങ്ങിക്കത്തില്ല. ഒരു കാര്യം അവർ വീട്ടിൽ നിന്ന് വാങ്ങിക്കത്തില്ല. ഓഹരി ചോദിക്കത്തില്ല, സ്ത്രീധനം ചോദിക്കത്തില്ല, ആഭരണം ചോദിക്കത്തില്ല, എനിക്കത് വാങ്ങിച്ചാൽ ഇത് വാങ്ങിച്ചാന്നും പറയില്ല. 18 വയസ്സ് വരെ മാക്സിമം പേരൻസ് മക്കളെ നോക്കും. 18 ആകുമ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവർ പണിക്ക് പോകും. ചിലപ്പം പെപ്സിയുടെ അല്ലെങ്കിൽ കൊക്കക്കോളയുടെ അല്ലെങ്കിൽ ബർഗറിന്റെ കടയിൽ നിന്ന് സാധനം എടുത്തു കൊടുക്കും. 2 മണിക്കൂർ 3 മണിക്കൂർ അതിന്റെ പൈസ വാങ്ങിക്കും. ഒരു കോഴ്സിന് അവിടെ രജിസ്റ്റർ ചെയ്യും, അവിടെ പോയി പഠിക്കും, ലൈബ്രറി ഇരുന്ന് നോട്ട്സ് ഉണ്ടാക്കും. അവർക്ക് സിനിമ കാണണേ സിനിമ കാണും, എല്ലാ പരിപാടിയും അവരെല്ലാം ചെയ്യും, പഠിക്കും, ജോലി ചെയ്യും, അവർ സ്വന്തമായി ജീവിതം ബിൽഡ് ചെയ്യും. എന്നിട്ടൊരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ അവർ സമ്പാദിച്ച് ജോലിയൊക്കെ ആയി, ഡിഗ്രിയൊക്കെ ആയി, എന്നിട്ട് അവരുടെ അച്ഛനും അമ്മയും കാണാനായിട്ട് അവർ വരും. എന്തിനാണെന്നറിയോ? ഇവരുടെ വീട് കൊണ്ടുവന്ന് കാണിക്കാനായിട്ട്. അല്ല അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും തലക്കടിച്ച് പൈസ വാങ്ങിച്ച് അല്ല അവർ വരുന്നത്. അച്ഛനും അമ്മയ്ക്കുടെ പൈസയ്ക്ക് ഒരിക്കലും മക്കള് യാതൊരുവിധ ക്ലെയിമും റേസ് ചെയ്യില്ല. അതെന്തിനാണ് നമ്മൾ റേസ് ചെയ്യുന്നത്? നമ്മൾ 18 വയസ്സ് വരെ നമ്മളെ നോക്കി, നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ തരൂ എന്ന് പറയുന്നത് ശരിയാണ്? നമ്മൾ അവരെ റീപേയ്മെന്റ് കാലഘട്ടമാണ് 18 കഴിഞ്ഞാൽ. നിങ്ങൾ റീപേയ്മെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്രയും നോക്കി, ഇനി ഞാൻ അവരെ നോക്കട്ടെ, ആ ഒരു കാലഘട്ടമാണ്. അപ്പൊ അവിടെയാണ് നമ്മളെപ്പോഴും, നമ്മൾ അങ്ങനെയാണോ? നമ്മൾ എത്ര വയസ്സ് കഴിഞ്ഞാലും വീണ്ടും തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്കാണ് തിരിച്ചു വരുന്നത്. വീട്ടിലേക്ക് തിരിച്ചു വരാം, പക്ഷെ സ്നേഹമൊക്കെ ആകാം, ബന്ധമൊക്കെ തുടരാം. പക്ഷെ ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കളയാം. 18 വരെ ഗുഡ് ഇനഫ്. ഇവിടെ ഒന്നും ആയിട്ടില്ല. പക്ഷെ ഒരു 50 വർഷം കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ തലമുറ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എക്സാക്ട്ലി അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്.